പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. വർഷം 1910 എഡിൻബർഗിലെ ആഗോള മിഷണറി സമ്മേളനത്തിൻ്റെ അവസാനം ഉരുത്തിരിഞ്ഞു വന്ന മനോഹരമായ പുതിയ ഒരാശയമാണ് എക്യുമെനിസം. ഇന്ന് എക്യുമെനിക്കൽ ഞായറാഴ്ചയായി ദക്ഷിണേന്ത്യ സഭ ആചരിക്കുമ്പോൾ രണ്ടാം വത്തിക്കാന് ശേഷം, അതായത് 1962 1965 കാലഘട്ടത്തിന് ശേഷമാണ് കത്തോലിക്ക സഭ എക്യുമെനിസത്തെക്കുറിച്ചുള്ള ആശയത്തെ താലോലിക്കുന്നതും വളർത്തുന്നതും. ക്രിസ്തീയ ഐക്യം ഉടമ്പടിയല്ല, മറിച്ച് ആത്മാവിനാൽ നയിക്കപ്പെടുന്നതും ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ സജീവമായ പ്രകടനവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഐക്യതയ്ക്ക് 7 ഘടകങ്ങളുണ്ട്. 1 ഒരു ശരീരം, 2 ഒരാത്മാവ്, 3 ഒരു പ്രത്യാശ, 4 ഒരു കർത്താവ്, 5 ഒരു വിശ്വാസം, 6 ഒരു സ്നാനം, 7 ഒരു ദൈവവും പിതാവും. ഒയ്ക്കോമെനെ എന്ന പദത്തിന് ജനവാസമുള്ള കേന്ദ്രം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒയ്ക്കോസ് എന്ന പദത്തിന് വീടെന്ന അർത്ഥം നമ്മൾ കൊടുക്കുമ്പോൾ ഈ 2 പദത്തിൽ നിന്നാണ് എക്യുമെനിസം എന്ന മനോഹരമായ ആശയം ഉരുത്തിരിഞ്ഞു വന്നത്. ഞങ്ങൾ ഇതിനകം പങ്കിടുന്ന ഐക്യത്തിനായുള്ള അന്വേഷണം തുടരുവാൻ ക്രൈസ്തവ സമൂഹത്തിലെ ഒരു വാർഷിക അവസരമായിട്ട് ഐക്യഞായറിനെ നമ്മൾ വിവക്ഷിക്കുന്നു. ക്രിസ്തീയ സമൂഹത്തിനിടയിലുള്ള ഐക്യത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പ്രകടനം ആണ് ഇത്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും സഭകൾക്കിടയിലുള്ള ഐക്യത്തിൻ്റെയും സാർവത്രികത ഊന്നി പറയുന്നതാണ് എക്യുമെനിസം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ വായിക്കേണ്ട വേദഭാഗം യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൻ്റെ 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങളും, സങ്കീർത്തനം 67, സുവിശേഷ വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 44 വരെയുള്ള വേദഭാഗവുമാണ്. പ്രത്യേകിച്ച് മർക്കോസ് എഴുതിയ സുവിശേഷത്തിലെ വേദഭാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് CSI സഭയായി ഈ ഐക്യ ഞായറിൽ നമുക്ക് ചിന്തിക്കുവാൻ തന്നിരിക്കുന്നത് വിശ്വാസത്തിലും പ്രവൃത്തിയിലുമുള്ള ഐക്യതയെക്കുറിച്ചാണ്. വിശ്വാസത്തിലും പ്രവൃത്തിയിലുമുള്ള ഐക്യതയിലൂടെ നാം കാണുന്ന ക്രിസ്തു ആവേശം പകരുന്ന ഒരു നേതാവ് മാത്രമല്ല, പ്രത്യുത ഓരോ വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്ന വ്യക്തി കൂടിയാണ് എന്ന് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നു. വിശ്വാസത്തിലും പ്രവൃത്തിയിലുമുള്ള ഐക്യം മനുഷ്യരുടെ, നാം ഓരോരുത്തരുടെയും അധ്വാനത്തെ വർദ്ധിപ്പിക്കുന്നു. പുതിയ മേഖലകൾ കണ്ടെത്തുവാനും നാം കണ്ടെത്തിയ മേഖലകളിൽ ദൈവരാജ്യ മഹത്വത്തിനുള്ള ശുശ്രൂഷകൾ ചെയ്യുവാനും നമുക്ക് സാധിക്കുന്നു. വിശ്വാസത്തിലും പ്രവൃത്തിയിലുമുള്ള ഐക്യം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ വിവേകരഹിതമായ അപകടങ്ങളിലേക്ക് നാം വഴുതി വീഴുന്നു. രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള സങ്കീർണതയിലേക്ക് ഓരോരുത്തരും എത്തപ്പെടുന്നു എന്നതാണ് ഈ സമൂഹവും നമുക്ക് നൽകുന്ന പാഠങ്ങൾ. വിശ്വാസത്തിലും പ്രവൃത്തിയിലുമുള്ള ഐക്യം അലിവിൻ്റെ അക്ഷരങ്ങൾ കേട്ട് ആശ്വാസം പ്രാപിക്കാനുള്ളവരുടേതായി മാറുന്നു അഥവാ മാറ്റപ്പെടുന്നു. വാക്കുകൾക്കപ്പുറം ഓരോ വ്യക്തികളും സമൂഹവും കരുണയുള്ളവരായിത്തീരും. വിശ്വാസത്തിലും
പ്രവൃത്തിയിലുമുള്ള ഐക്യം ജനസേവകരെ തങ്ങൾ സേവകരാണ് എന്ന ബോധത്തിൽ നിലനിർത്താനും പ്രവർത്തിപ്പാനും ഉദ്ദീപിക്കുന്നു. എന്നാൽ ചൂഷണം ചെയ്യുവാനും അട്ടിമറിക്കാനും കീഴ്പ്പെടുത്തുവാനും ഉള്ളവരല്ല എന്ന ഉൾബോധം എപ്പോഴും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കും. വിശ്വാസത്തിലും പ്രവൃത്തിയിലുമുള്ള ഐക്യം ഉള്ളിടത്താണ് സമൃദ്ധമായിട്ടുള്ള വിരുന്നിനുള്ള വേദി ഒരുങ്ങുന്നത്. എല്ലാവരുടെയും ആവശ്യത്തിനനുസരിച്ച് തൃപ്തരാകുവാനും കഴിയുന്നത് ഈ വിശ്വാസത്തിലും ഐക്യത്തിലും ഉള്ള പ്രവർത്തനങ്ങളാണ്. എന്നാൽ ലോകം ഇന്ന് അന്വേഷിക്കുന്നത് കുറുക്കുവഴികൾ മാത്രമാണ്. എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും, എങ്ങനെ വെട്ടിപ്പിടിക്കാൻ സാധിക്കും, എങ്ങനെ അധികാരങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും എന്നുള്ള ചിന്തയിൽ ലോകം ഇന്ന് പോകുമ്പോൾ, എന്നാൽ ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ തലം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും പ്രവൃത്തിയിലും അധിഷ്ഠിതമാണ്. വിശ്വാസത്തിലും പ്രവൃത്തിയിലുമുള്ള ഐക്യം ഒരുവനെ നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് ഉടമയാക്കും. വിശപ്പില്ലാത്ത, ദാഹമില്ലാത്ത മനോഹരമായ ഇസ്രായേലിൻ്റെ അവകാശിയായിത്തീരും. വിശ്വാസത്തിലും ഐക്യത്തിലുമുള്ള പ്രവർത്തനം ലോകത്തിൻ്റെ ശ്രേയസ്സിനും സമാധാനത്തിനും വീണ്ടെടുപ്പിനും വഴിയൊരുക്കും. വിശ്വാസത്തിലും പ്രവൃത്തിയിലുമുള്ള ഐക്യ പ്രവർത്തനത്തിന് മാത്രമേ ക്രമവും സമാധാനശീലവുമുള്ള വിരുന്നുശാലയായി മാറുവാൻ കഴിയുകയുള്ളൂ. ബഹളവും ക്രമരാഹിത്യവുമില്ല യേശു കർത്താവ് നൽകുന്ന വിരുന്ന്. വലിയ ജനക്കൂട്ടത്തെ ചെറിയ കൂട്ടങ്ങളായി ക്രിസ്തു തിരിച്ചു. സഭയെ ഇടവകകളായും ഉപസഭകളായും തിരിക്കുന്നത് പോലെ വലിയ ജനസമൂഹം കൊച്ചു കൊച്ചു ഭക്ഷണ സമൂഹങ്ങളായി രൂപാന്തരപ്പെടും. വിശ്വാസത്തിലും പ്രവൃത്തിയിലുമുള്ള ഐക്യം വരണ്ട നിലത്തെ പച്ച നിറഞ്ഞ സമൃദ്ധിയുടെ പുൽപ്പുറങ്ങളാക്കി മാറ്റും. 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ആ സങ്കീർത്തനത്തിൽ കൂടി അപ്രകാരമാണ് പറയുന്നത്. വിശ്വാസത്തിലും പ്രവൃത്തിയിലുമുള്ള ഐക്യം നാഥനില്ലാത്ത ജനത്തെ ദൈവജനമാക്കി മാറ്റുന്നു. വിശ്വാസത്തിലും പ്രവൃത്തിയിലുമുള്ള ഐക്യം ആത്മവിശ്വാസത്തോടെ നേതൃത്വം ഏറ്റെടുക്കുവാനും മുൻകൈ എടുക്കുവാനും നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തിപ്പെടുത്തുന്നു. വിശ്വാസത്തിലും പ്രവൃത്തിയിലുമുള്ള ഐക്യം മാത്രമാണ് സാർവത്രിക സമാധാനവും ക്ഷേമവും കൊണ്ടുവരുന്നത്. വിശ്വാസത്തിലും പ്രവൃത്തിയിലും ഉള്ള ഐക്യം ഉള്ളവർക്ക് മാത്രമേ സ്വന്തം ജനത്തെ പരിപാലിച്ച് അവർക്ക് അപ്പം കൊടുക്കുന്ന പിതാവായ ദൈവത്തിൽ കൂടി യേശു കർത്താവിനെ കാണുവാൻ കഴിയുകയുള്ളൂ. വിശ്വാസത്തിലും പ്രവൃത്തിയിലുമുള്ള ഐക്യം നമ്മെ ഓരോരുത്തരെയും അപ്പം വർദ്ധിപ്പിക്കുന്ന അനുഭവത്തിന് സാക്ഷികളാക്കി തീർക്കും. വിശ്വാസത്തിലും പ്രവൃത്തിയിലും ഐക്യം ഉള്ളവർക്ക് മാത്രമാണ് ക്രിസ്തു ഭക്ഷണം നൽകുന്നത്. മെസ്സിയാനിക് ഫീസ്റ്റ് എന്നൊക്കെ ഈ സംഭവത്തെ നമ്മൾ വിവക്ഷിക്കാറുണ്ട്. വിശ്വാസത്തിലും പ്രവൃത്തിയിലുമുള്ള ഐക്യം പണത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നും നമ്മെ വേർതിരിച്ച് ആത്മീയതയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കും. വിശ്വാസത്തിലും പ്രവൃത്തിയിലുമുള്ള ഐക്യം നമ്മെ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠത എന്ത് എന്ന് മനസ്സിലാക്കി തരും. ഇന്ന് സഭയ്ക്ക് എന്ത് സംഭവിച്ചു? വിശ്വാസം ഉണ്ട് എന്ന് പറയും, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു കാര്യം. അതുകൊണ്ട് വർത്തമാനകാല സഭയിലെ അംഗങ്ങളിൽ നിന്നും യേശു കർത്താവ് ആഗ്രഹിക്കുന്നത് ഓരോരുത്തരിലുമുള്ള വിശ്വാസവും പ്രവൃത്തിയും അത് ക്രോഡീകരിച്ചുകൊണ്ട് അത് ഐക്യതയോടുകൂടി നിന്നുകൊണ്ട് ദൈവരാജ്യ മഹത്വത്തിനായിട്ട് പ്രവർത്തിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും.
ഓരോരുത്തരിലുമുള്ള വിശ്വാസവും പ്രവൃത്തിയും അത് ക്രോഡീകരിച്ചുകൊണ്ട് അത് ഐക്യതയോടുകൂടി നിന്നുകൊണ്ട് ദൈവരാജ്യ മഹത്വത്തിനായിട്ട് പ്രവർത്തിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ പാഠഭാഗങ്ങൾ നമുക്കത് പ്രചോദനം നൽകുമ്പോൾ ഇന്ന് സഭയായി നമുക്കും ആ തീരുമാനങ്ങളിലേക്ക് കടന്നു വരാം. വിശ്വാസത്തിലും പ്രവൃത്തിയിലും ഉള്ള ഐക്യതയിൽ നമുക്കും ക്രിസ്തുവിനോട് ചേർന്ന് മുന്നേറി ദൈവരാജ്യ സമൃദ്ധിക്കായിട്ട് പ്രവർത്തിക്കാം. അതിന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, വെല്ലുവിളികളുടെ മധ്യത്തിൽ വിശ്വാസവും പ്രവൃത്തിയും അത് ഏകോപിപ്പിച്ചു കൊണ്ടുപോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഇടയാക്കുന്ന നല്ല കർത്താവാകെ സ്തുതിക്കുന്നു. അവിടുത്തെ ദിവ്യമായിട്ടുള്ള സാന്നിധ്യത്താൽ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. തിരു സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ഈ ഐക്യ ഞായറാഴ്ചയിൽ ഞങ്ങൾക്ക് ധ്യാനിക്കുവാൻ തന്ന കൃപകൾക്കായിട്ട് സ്തുതിക്കുന്നു. ഐക്യത നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിൽ ക്രിസ്തു വിശ്വാസവും ഞങ്ങളുടെ പ്രവൃത്തികളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഞങ്ങളുടെ ഐക്യതയെ വീണ്ടും വളർത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. നന്മ കൊണ്ട് നിറയ്ക്കണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.